വെനീസിലെ വ്യാപാരി. സുന്ദരമായ വെനീസ് നഗരത്തിൽ ഒരു ധനികനായ വ്യാപാരി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആന്റോണിയോ. ഹേയ് ആന്റോണിയോ, ബസാനിയോ, എത്ര കാലമായി അല്ലേ? വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ പോകുന്നു? ഷൈലോക്ക് സാർ, ഞാൻ കടം നാളെ തന്നെ തീർക്കാം, സത്യമായിട്ടും. വാക്കാണ്, കച്ചവടം കച്ചവടവും. നീ ഇന്ന് പണം കൊണ്ടുവരാം എന്നാണ് വാക്ക് നൽകിയത്. നീ പറഞ്ഞു, അഥവാ നീ അത് തിരിച്ചു തന്നില്ല എങ്കിൽ നിന്റെ കട എന്റേതാകുമെന്ന്. നീ പണം തിരിച്ചു തന്നില്ല, അതുകൊണ്ട് കട എന്റേതാണ്. എന്റെ കടം ആകെ 50 ഡൂക്കാറ്റ്സ് ആണ്. എന്റെ കട അതിനേക്കാളും വിലപ്പെട്ടതാണ്. നീ അതിനെക്കുറിച്ച് ഒക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇനി ഇവിടുന്ന് പോ. ഷൈലോക്ക്, നിൽക്കൂ. ഇന്ന മെർസാനിയോ തരാനുള്ള 50 ഡൂക്കാറ്റ്സ്. ഇല്ല, എന്തിനാണ് ഞാൻ നിന്റെ പണം വാങ്ങണം? മെർസാനിയോ ഇന്ന് തരാം എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഷൈലോക്ക്. ഇരുട്ടാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇന്ന പണം പിടിച്ചു. അവന്റെ കട വിട്ടൊഴിയൂ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കോടതിയിൽ പരാതി നൽകും. ആന്റോണിയോ, വളരെയധികം നന്ദി ആന്റോണിയോ. ഞാൻ നിനക്ക് നാളെ തന്നെ നിന്റെ പണം തിരിച്ചു തരാം, ഐ പ്രോമിസ്. എനിക്കതിൽ ഉറപ്പുണ്ട് മെർസാനിയോ. ആന്റോണിയോ, നീ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ്. ആ ദുഷ്ടനായ ഷൈലോക്ക് നിന്നെ വെറുക്കുന്നുണ്ടായിരിക്കും. അവനെ വിടൂ. പറയൂ, എങ്ങനെയാണ് വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ? ശരി, അതെല്ലാം നടക്കുന്നുണ്ട്. നന്ദി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബിസാനിയോ? ഇല്ല, എല്ലാം നല്ലപോലെ നടക്കുന്നു. നീയും ഞാനും കൂട്ടുകാരാണ്. പറയൂ, എന്താണ് പ്രശ്നം? ഞാൻ ഈ ആഴ്ച കുറച്ച് കാശ് കരുതിയിരുന്നു, പക്ഷേ അതിനി 5 മാസത്തോളം വരില്ല. ഞാൻ ആദ്യം തന്നെ കുറെ സാധനങ്ങൾ വാങ്ങി അതിന് പണവും കൊടുക്കണം എനിക്ക്. എത്ര? 3000 ഡൂക്കാറ്റ്സ്. അത് വളരെ അധികമാണല്ലോ. എനിക്കറിയാം. ഞാൻ പോർച്ചിയയ്ക്ക് വേണ്ടി മോതിരം വാങ്ങിയിരുന്നു. പിന്നെ 500 പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കണമായിരുന്നു. അവർക്ക് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മാനം കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? നിന്റെ നല്ല മനസ്സാണ്. ഞാൻ നിനക്ക് സന്തോഷത്തോടെ പണം നൽകിയേനെ. പക്ഷേ എന്റെ കയ്യിലും 3000 ഡൂക്കാറ്റ്സ് ഇപ്പോൾ നിനക്ക് തരാനില്ല. പക്ഷേ എന്റെ കപ്പൽ 3 മാസത്തിനുള്ളിൽ തിരിച്ചു വരും. അപ്പോൾ എന്റെ കയ്യിൽ കുറെ 1000 ഡൂക്കാറ്റ്സ് കാണും. പക്ഷെ അപ്പോഴത്തേക്കും സമയം വൈകും. വിവാഹം അടുത്ത ആഴ്ചയാണ്. എന്റെ കയ്യിൽ ഉപായമുണ്ട്. എന്റെ കൂടെ വാ. ആന്റോണിയോ, അവൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ 50 ഡൂക്കാറ്റ്സിന് പകരം എനിക്ക് 500 ഡൂക്കാറ്റ്സ് വില വരുന്ന കട കിട്ടിയേനെ. എപ്പോഴും എന്റെ കാര്യത്തിൽ കൈ കടത്തുന്നു. നിന്നോട് ഞാൻ പകരം ചോദിക്കും ആന്റോണിയോ. ഒരിക്കൽ നിന്നോട് ഞാൻ പകരം ചോദിക്കും. ഷൈലോക്ക്, ഇല്ല ആന്റോണിയോ, ഞാൻ നിന്നെ ഷൈലോക്കിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ അനുവദിക്കില്ല. നിനക്കറിയാമല്ലോ, കള്ളനാണ് അയാൾ. ഇത് വെറും 3 മാസത്തേക്കേ ഉള്ളൂ ബിസാനിയോ. ഒരു പ്രാവശ്യം എന്റെ കപ്പൽ തിരിച്ചു വന്നാൽ ഞാൻ ആ 3000 ഡൂക്കാറ്റ്സ് എളുപ്പത്തിൽ അയാൾക്ക് തിരിച്ചു നൽകും. മനസ്സിലായോ? ഷൈലോക്ക്, ആന്റോണിയോ, എനിക്ക് കുറച്ച് പണം വേണം. നിനക്കോ? നീ നാട്ടിൽ മൊത്തം എന്റെ വ്യാപാരം നഷ്ടത്തിലാക്കി ആൾക്കാർക്ക് പണം വിതരണം നടത്തി. നിനക്കാണോ പണം വേണ്ടത്? നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത് ഷൈലോക്ക്. അത് നിങ്ങൾക്കും അറിയാം. എനിക്ക് 3000 ഡൂക്കാറ്റ്സ് വേണം. എന്താ 3000 ഡൂക്കാറ്റ്സോ? ഇത് ആന്റോണിയോയെ നശിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ്. എന്നിട്ട് ഇത് വെച്ച് എത്ര അവൻ എന്നെ അപമാനിച്ചിട്ടുണ്ടോ അതിന് പകരം ചോദിക്കാം. ശരി, ഞാൻ നിനക്ക് ഒരു പലിശയും ഇല്ലാതെ പണം തരാം. പക്ഷേ നിനക്ക് ഈ മുഴുവൻ തുകയും 3 മാസത്തിനുള്ളിൽ തിരിച്ചു തരാൻ സാധിച്ചില്ല എങ്കിൽ നിന്റെ എല്ലാ സ്വത്തും എന്റേതാകും. സമ്മതിച്ചോ നീ? മനസ്സിലായോ? ഇത് കൊള്ളയാണ് ഷൈലോക്ക്. ആന്റോണിയോ, നമുക്ക് പോകാം. പേടിക്കണ്ട ബിസാനിയോ. എന്റെ കപ്പൽ 3 മാസത്തിൽ തിരിച്ചു വരും. അവർ ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിനക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ട് കൂട്ടുകാരാ. ശരി, ഞാൻ സമ്മതിക്കുന്നു.
ബിസാനിയോ ആന്റോണിയെക്കുറിച്ച് ചിന്തിച്ച് ഭയന്നു. അവൻ അറിയാമായിരുന്നു ഷൈലോക്കിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ആന്റോണിയയ്ക്ക് വിശ്വാസമായിരുന്നു. ഷൈലോക്ക് ആന്റോണിയയ്ക്ക് 3000 സ്വർണ്ണ നാണയങ്ങൾ നൽകി. അങ്ങനെ ബിസാനിയോയ്ക്ക് വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യാമായിരുന്നു. ബിസാനിയോ പോർഷ എന്ന സുന്ദരിയും ബുദ്ധിശാലിയുമായ ഒരു പെൺകുട്ടിയാണ് വിവാഹം ചെയ്യുന്നത്. അവൻ പോർഷയ്ക്ക് സുന്ദരമായ ഒരു മോതിരം നൽകി. ഒരുമിച്ച് ബിസാനിയോയും പോർഷയും അവരുടെ സമ്മാനങ്ങൾ പാവപ്പെട്ടവരിൽ പങ്കിട്ടു. അവർ അവർക്കായി ആഹാരവും നൽകി മനസ്സ് നിറഞ്ഞ സമ്മാനവും കൊടുത്തു. വളരെ നന്ദി ആന്റോണിയോ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ലായിരുന്നു. വിടൂ ബിസാനിയോ, ഞാൻ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിവാഹം തടയാൻ അനുവദിക്കുക? സത്യമായിട്ടും പോർഷ്യ, ആന്റോണിയോ അവന്റെ മുഴുവൻ സ്വത്തും എനിക്കായി പണയം വെച്ചു. അതും ആ ദുഷ്ടനായ ഷൈലോക്കിന്റെ കയ്യിൽ നമ്മുടെ വിവാഹത്തിന് 3000 ഡൂക്കാറ്റ്സ് വാങ്ങാനായി. എന്ത്? നിങ്ങൾ അവനെ അത് ചെയ്യാൻ അനുവദിച്ചു ബിസാനിയോ? പേടിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും. എന്റെ കപ്പൽ ഒന്ന് തിരിച്ചു വന്നാലുടൻ എന്റെ കയ്യിൽ കുറെ പണമുണ്ടാകും. മാസങ്ങൾ കടന്നുപോയി. ബിസാനിയോയും പോർഷ്യയും വളരെ സന്തുഷ്ടരായിരുന്നു. അന്റോണിയോ അവർക്ക് കുടുംബത്തെ പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഷൈലോക്കിന്റെ പണം തിരികെ കൊടുക്കാനുള്ള സമയമായി. യജമാനെ, കോടതിയിൽ നിന്നും അങ്ങേക്കൊരു സന്ദേശമുണ്ട്. എന്താണിത്? അതിലെന്താണ്? അത് ഷൈലോക്ക് എന്നോട് കോടതിയിൽ നാളെ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പണം തിരിച്ചു കൊടുക്കാത്തതിന് എന്നെ ചോദ്യം ചെയ്യും അവർ. ഇത്രയും പെട്ടെന്ന് സമയമെടുത്തോ? എനിക്കറിയാം ബിസാനിയോ, പണം തിരിച്ചു കൊടുക്കാനായി ഇനിയും 10 ദിവസം ബാക്കിയുണ്ട്. എന്നോട് ക്ഷമിക്കണം യജമാനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായും റീബസ്, എന്താണത്? സർ, ഷൈലോക്ക് അയാളുടെ വിൽ പത്രത്തിൽ തീയതി മാറ്റാറുണ്ട്. അയാൾ 18-ാം തീയതി മാറ്റി അത് 8 ആക്കി കാണും. എന്ത്? നിൽക്കൂ, നിങ്ങൾക്ക് ഇവനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഇദ്ദേഹത്തിന് നാളെ കോടതിയിൽ ഹാജരായിരിക്കണം. പിന്നെ ലോർഡ് ഷൈലോക്ക് തണ്ടേഴ്സിന് ഇദ്ദേഹത്തെ അറസ്റ്റും ചെയ്യണം. അങ്ങനെ ഇദ്ദേഹം ഓടി പോകത്തില്ല. ആന്റോണിയോ! ഓ, എന്താണ് കാര്യം? അവിടെ കടലിൽ കൊടുങ്കാറ്റോ? അന്റോണിയോയുടെ കപ്പൽ? അതെ, കപ്പലുകൾ. ഷൈലോക്ക് ഒരു ദിവസം പോലും കാക്കില്ല. ഈ സന്ദേശം കേട്ടാൽ എന്റെ കൂട്ടുകാരൻ തീർന്നു. ഇല്ല, ഞാൻ ആന്റോണിയോയ്ക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അവന്റെ അടുത്തേക്ക് പോകൂ ബിസാനിയോ. എന്നിട്ട് കൊടുങ്കാറ്റിനെ കുറിച്ച് ഒന്നും മിണ്ടരുത്, ഒന്നും മിണ്ടരുത്. ഷൈലോക്കിനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായി. ഞാൻ കോടതിയിൽ ആന്റോണിയോയുടെ വക്കീലായി തന്നെ വരാം. നീയോ? എങ്ങനെ? നിങ്ങൾ കൂട്ടുകാരന്റെ കൂടെ ചെല്ലൂ. ഒന്നും പറയാതിരിക്കൂ. പേടിക്കണ്ട, ഞാൻ അവൻ ഒന്നും വരാതെ നോക്കിക്കൊള്ളാം. ശരി? ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം ആന്റോണിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ജെന്റിൽമെൻ, എന്താണ് ഇന്നത്തെ കേസ്? ലോർഡ് ഷൈലോക്ക് തണ്ടേഴ്സിനെതിരെ ആന്റോണിയോ ബസീലാസ്. കോടതി ആരംഭിക്കട്ടെ. അത് കേസ് വളരെ സാരമാണ് യുവർ ഓണർ. ആന്റോണിയോ എനിക്ക് 3000 ഡൂക്കാറ്റ്സ് തരാം എന്ന് പറഞ്ഞിരുന്നു. ഇവന് ഞാൻ കടം കൊടുത്ത സമയത്ത് ഇവൻ സത്യം ചെയ്തിരുന്നു. അഥവാ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് പണം തിരികെ തന്നില്ല എങ്കിൽ അവന്റെ എല്ലാ സ്വത്തും എന്റേതാകുമെന്ന് യുവർ ഓണർ. ഇയാൾ ആ വിൽപത്രത്തിലെ തീയതി തിരുത്തി എന്നെ ചതിച്ചിരിക്കുന്നു സർ. ശാന്തമാകൂ മിസ്റ്റർ തണ്ടേഴ്സ്, നിങ്ങൾ എന്നെ ആ വിൽപത്രം കാണിക്കാമോ? ഇതാണത് യുവർ ഓണർ. പക്ഷെ മിസ്റ്റർ തണ്ടേഴ്സ്, ആന്റോണിയോയുടെ സ്വത്ത് 3000 ഡൂക്കാറ്റ്സിനേക്കാളും വളരെയധികം കൂടുതലാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ പണത്തിന് ഒത്ത സ്വത്ത് എടുക്കുന്നില്ല? എന്നോട് ക്ഷമിക്കണം സർ, ആന്റോണിയോ സ്വയമാണ് വിൽപത്രത്തിൽ ഒപ്പിട്ടത്. വാക്ക് വാക്കാണ്, കച്ചവടവും കച്ചവടവുമാണ്. മിസ്റ്റർ ആന്റോണിയോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും അന്യായമായ വിൽപത്രം ഒപ്പിടാൻ തോന്നിയത്? മിസ്റ്റർ തണ്ടേഴ്സ്, ഒന്നുകൂടി ആലോചിക്കൂ. മനുഷ്യത്വമല്ല ഇത്. അത് കാര്യം തന്നെയാണ് യുവർ ഓണർ. നിയമവശാലാണ് ഞാൻ ആകെ ആന്റോണിയോട് ചോദിച്ചത്. വിൽപത്രം ഒപ്പിട്ടവന്റെ വാക്ക് വാക്കാണ്. മിസ്റ്റർ ഷൈലോക്ക് തണ്ടർ സത്യമാണ് പറയുന്നത് യുവർ ഓണർ. മിസ്റ്റർ ആന്റോണിയോ സ്വയം ഒപ്പിട്ട വിൽപത്രത്തെ തീർച്ചയായും മാനിക്കണം. മിസ്റ്റർ തണ്ടേഴ്സ്, വിൽപത്രത്തിനനുസരിച്ച് ആന്റോണിയോ ഇന്നത്തെ ദിവസം പണമടച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ
എല്ലാ സ്വത്തുക്കളും നിങ്ങളുടേതാകും, അല്ലേ? അതാണ് ശരി. നിങ്ങൾ രണ്ടാമതൊരു ചിന്ത ഇതിന് നൽകുന്നില്ല? തീർച്ചയായുമില്ല. വാക്ക് വാക്കാണ്, കച്ചവടവുമാണ്. ശരി, എന്നാൽ യുവർ ഓണർ, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്വത്തിന്റെ കൂടെ അന്റോണിയോയ്ക്ക് കടലിൽ നഷ്ടപ്പെട്ടതും മിസ്റ്റർ തണ്ടേഴ്സിന് സ്വന്തമാണ്. അതും അദ്ദേഹം ഏറ്റെടുക്കണം. കടലിൽ നഷ്ടപ്പെട്ടെന്നോ? അതെ, സ്വയം വായിച്ചോളൂ. ഇത് കഴിഞ്ഞ വൈകിട്ട് വന്നതാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. അവിടെയാണ് അദ്ദേഹത്തിന്റെ കപ്പൽ വരേണ്ടിയത്. നിങ്ങൾക്കതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് ഏകദേശം ഒരു 20,000 സ്വർണ്ണ നാണയമായിരിക്കും. ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ നിങ്ങൾ വാദിച്ചില്ലേ അന്റോണിയോയ്ക്ക് സ്വന്തമെല്ലാം നിങ്ങൾക്കുമാണെന്ന്? അതായത് നിയമവശാൽ എല്ലാ ലാഭവും, എല്ലാ സ്വത്തും, പിന്നെ എല്ലാത്തരം നഷ്ടങ്ങളും ആന്റോണിയോയുടെ നിങ്ങൾക്ക് സ്വന്തം. ഇത് ചതിയാണ് യുവർ ഓണർ. വാക്ക് വാക്കാണ്, കച്ചവടം കച്ചവടവുമാണ്. വക്കീൽ ശരിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആന്റോണിയോയുടെ എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ അവന്റെ 3000 ഡൂക്കാറ്റ്സ് തള്ളി പറയുന്നു. എനിക്ക് എന്റെ പണം തിരികെ വേണ്ട, വിൽപത്രവും വേണ്ട. മതിയാക്കൂ മിസ്റ്റർ താൻഡേഴ്സ്. നിങ്ങളുടെ പെരുമാറ്റം പറയുന്നു നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതാണ് എന്ന്. ഇത് നിങ്ങളുടെ സത്യസന്ധതയിലും സ്വഭാവത്തിലും ചോദ്യമുണർത്തുന്നു. അതുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു, നിങ്ങളുടെ എല്ലാ വ്യവസ്ഥകളും സ്തംഭിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിൽപത്രങ്ങൾ പരിശോധനയ്ക്കായി ഇദ്ദേഹത്തെ കൊണ്ടുപോകൂ. എന്റെ എല്ലാ കപ്പലും സമുദ്രത്തിൽ നഷ്ടപ്പെട്ടുവെന്നോ? കടലിൽ കൊടുങ്കാറ്റ് വീശിയിരുന്നു. എന്റെ കൂടെ വാ ആന്റോണിയോ, നിനക്ക് കുറച്ച് വിശ്രമം വേണം. അന്റോണിയോ സമുദ്രത്തിൽ കാണാതായ കപ്പലിനെ കുറിച്ച് ആലോചിച്ചു വിഷമിച്ചു. ബെസാനിയോ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ എല്ലാ കപ്പലും നഷ്ടപ്പെട്ടു. അതെ, എനിക്ക് പേടിയാകുന്നു. നീ എന്തിനാണ് ചിരിക്കുന്നത്? എടാ, ഒരു നിമിഷം ആന്റോണിയോ. ബിസാനിയോ, ആരായിരുന്നു കോടതിയിൽ വക്കീലായി എനിക്ക് വേണ്ടി വാദിച്ചത്? നിനക്ക് അവനെ കാണണോ? ഇതാ ഇവൻ, അല്ല ഇവൾ. പോർഷ്യ, അത് നീയായിരുന്നോ? അതെ, പിന്നെ നഷ്ടം സംഭവിച്ചതിൽ വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും എന്തു പറ്റി? നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ എല്ലാ കപ്പലുകളും നഷ്ടമായി. ഇല്ല, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വലിയ കൊടുങ്കാറ്റ് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ വീശിയെന്നോ? 15-ാം മണിക്കൂറിൽ. ഇതാ സന്ദേശത്തിന്റെ പാതിയാണ്. ശരിയായ പാതി ഇതാ ഇവിടെ. പക്ഷെ പേടിക്കേണ്ട ആന്റോണിയോ സർ, ഞങ്ങൾ അതിൽ നിന്നും വെളിയിൽ വന്നിരിക്കുന്നു 10-ാം മണിക്കൂറിൽ. അതും കൊടുങ്കാറ്റ് വീശുന്നതിന് മുന്ന്. അങ്ങയുടെ കപ്പലും സാധനങ്ങളും സുരക്ഷിതമാണ്. അങ്ങയുടെ കപ്പൽ വെനീസിലിൽ 20-ാം തീയതിയിൽ ഈ മാസമെത്തും. പക്ഷേ ഞങ്ങൾ ഷൈലോക്കിന് പാതി സന്ദേശമേ കാട്ടിയുള്ളൂ. മജിസ്ട്രേറ്റിനും ഷൈലോക്കിനെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ ഷൈലോക്കിനെ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം കാട്ടിയപ്പോൾ വീണ്ടും ഒരിക്കലും ഷൈലോക്ക് പറയാൻ ധൈര്യം കാട്ടിയില്ല. എന്ത്? വാക്ക് വാക്കാണ്, കച്ചവടം കച്ചവടമാണ്. എന്റെ കൂട്ടുകാരൻ ബെസാനിയോ വളരെയധികം ഭാഗ്യവാനാണ്. നിന്നെ പോലെയുള്ള ഒരു അതിബുദ്ധിശാലിയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ താങ്ക് യു.